ഇപ്പൊ ബക്കറ്റ് വെച്ചിട്ട് ടപ്പേ 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 കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഹായ് ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ ബ്രോ, ഹായ് ഹായ് ക്യാമറയിൽ വയ്ക്കാം. പെണ്ണിന്റെ ലാലം കൊറിയൻ ലാംഗ്വേജ്. നീ പറയണൊന്നും കേക്കല്ല, നിന്നെ തല്ലി പൊളിച്ചോണ്ടിരിക്കണേ. ഇതല്ലേ കൊറിയൻ പഠിപ്പിക്കാന്ന് വിചാരിച്ചു അല്ലേ? രക്ഷയില്ല, അവൻ അടുത്ത് നിർത്തില്ലെങ്കിൽ സ്റ്റെപ്പിലൊക്കെ കയറി പോകും. അതുകൊണ്ട് ടീച്ചറിൽ അവനെ തല്ലിപ്പൊളിക്ക് എന്നാച്ച് ചെയ്യട്ടെന്ന് വിചാരിച്ചു. ഞാൻ പണി തീരുമല്ലോ. ബക്കറ്റ് ബക്കറ്റ് ആണ് ഇപ്പൊ അത്. ബക്കറ്റ് എവിടെ? ബക്കറ്റ് എല്ലാ ശീലം നീ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൊളിക്കണ്ടേ നീ? സ്പെഷ്യൽ എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഇന്ന് ഓൾറെഡി ഞാൻ ഭയങ്കര ടയർഡാണ്. ഓക്കെ അപ്പു, ഉമ്മ ഇന്ന് ഭയങ്കര ടയർഡാണ്. ബാ എരിവുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേട്ടാണ്ടല്ലോ. Do you want carrot? Carrot? You want carrot? Thank you, and first food ആണ് carrot. Carrot ആണ് നമ്മൾ കൊടുത്തത് first. അപ്പോ ഇന്ന് ഞാനും ജോണും ലൈക്ക് എന്ത് ചെയ്യും, ഇന്ന് തളർന്നിരിക്കണം. അപ്പോ കട്ട്ലറ്റ് എന്തായാലും വേണമല്ലോ. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഐ തോട്ട് വീഡിയോ സ്റ്റാർട്ട് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ സോൺ പറഞ്ഞ് ഞാൻ അങ്ങനെ നിക്കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് മടി പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചുമൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് ഐ തോട്ട് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഇന്നലത്തെ ഉണ്ണക്കായ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അതിന്റെ ഫില്ലിങ്സ് ബാക്കിയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ബനാന അവിടെ സ്റ്റീം ആവാൻ വെച്ച് ഇന്നലത്തെ കുറച്ചധികം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താ ആവശ്യം ഉണ്ടാകും. സോന എന്തോ ക്യാരറ്റ് ഷേക്ക് അല്ലേ സോന ഇന്ന് ഹെൽത്തി ആയിട്ട്? ഇന്നത്തെ ഡ്രിങ്ക് ക്യാരറ്റ് ഷേക്ക്. ഓൾറെഡി ഞാൻ ഓറഞ്ചിന്റെ ആ വെള്ളം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച്. ഇന്ന് ക്യാരറ്റ് ഡ്രിങ്ക് വേവിച്ച് പാലിട്ട് വേവിക്കും. പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അത് ഉണ്ടാവൂല, നിങ്ങൾ വേവിച്ചിട്ട് അടിച്ചാൽ മതി. ഓക്കെ, റോ അടിക്കുമ്പോഴാണ് അതിന്റെ ഒരു പച്ച ഇത് ഉണ്ടാവുമല്ലോ. അത് വേണ്ടെന്നുള്ളവർക്ക് യു ക്യാൻ ബോയിൽ ഇറ്റ്. വേവിച്ചിട്ട് നമുക്ക് വെള്ളം പറ. അപ്പൊ ഇനി സോന എന്റെ അടുത്ത് സോനന്റെ അടുത്ത് പറഞ്ഞ് ചപ്പാത്തി ഉണ്ട്, അപ്പൊ ചപ്പാത്തി ഷവർമ ഉണ്ട്. തന്നെ രാവിലെ തൊട്ട് നൈറ്റ് വരെ എനിക്ക് പകുതി എന്റെ സ്റ്റാൻഡ് നോക്കി ഇതിലേ പോടും. ഹാപ്പി ബോയാണ്, നോട്ടി ബോയാണ്. ഉറങ്ങണേ നമ്മുടെ സ്കെഡ്യൂളായി അവൻ്റെത്. എന്ത് ലേറ്റ് ഉറങ്ങണേ അറിയോ? രാത്രി എനിക്ക് കരച്ചിൽ വന്നു. ഓർക്കി ഉറങ്ങണില്ല. എല്ലാ പിള്ളേർക്കും അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയുന്ന പിള്ളേർക്കൊക്കെ ഇരുട്ട് കണ്ടൊക്കെ പേടിയല്ലേ. ഇതിനകത്ത് പോലും ഇല്ല. ഞാൻ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കി, എന്നിട്ട് ഞാൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ബെഡിൽ കിടന്ന്
അവള് ബെഡിന് താഴെ ഇറങ്ങിട്ട് ബോളൊക്കെ എറിഞ്ഞ് കളിക്കണില്ലേ മേലെ ഇട്ടത്തിരുന്ന് കളിക്കണ്. ഞാൻ നോക്കി ആക്കി പേടിച്ച് എവിടെ ഒരു വക എന്നെ കെയർ ആക്കിയിട്ടില്ല. താഴെ ഒന്ന് കളിച്ചോണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് പേടിയായിരിക്കുമല്ലോ, കിടക്കാൻ പറ്റൂല. എടുക്കണ്ട, ബയ്യോട്ട് പോയി കളിക്ക് പോ, ബയ്യോട്ട് പോയി കളിക്ക്. മമ്മി വരാം, ബയ്യോട്ട് പോയി കളിച്ചോ. ഗോ, ഗുഡ് ബോയ് നാ, ഗോ 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 ഗോ. ടീ നോക്ക്, പോയി ടീ നോക്ക്. ഗോ, ടാറ്റാ. ഉമ്മി പറയണ പോ. ഇത് തുറന്നപ്പോ എന്ത് കൂൾ ഇതിന്റെ ഉള്ളില്. അപ്പോ ഗോ ബൈ. താത്തനോ ഉമ്മ ഇപ്പൊ വരോട്ടാ. ഗോ ബു മുടിയിലൊക്കെ എന്നാ കളിച്ചോ. അപ്പൊ ഞാൻ ഈ കട്ട്ലറ്റ് ഇന്നലെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഇതിന് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടങ്ങിയിട്ടില്ല ബീഫ്. വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ, ഇടയ്ക്ക് ഒച്ചെടുത്ത് സംസാരിക്കണതാണ്. ബട്ട് സ്റ്റിൽ ഇന്നലെ മുതൽ ഭയങ്കര ടയർഡ്നെസ്സോ ബോഡിക്ക്. അതെല്ലാവർക്കും അറിയുമല്ലോ, ഇനി വരുന്ന നോമ്പ് ഇനി 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 കുറച്ചുകൂടെ ടഫായി കൊണ്ട് പോണേന്ന്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്, ബട്ട് എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര ടഫ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അത്താഴത്തിന് എനിക്ക് കഞ്ഞി കുടിച്ച് ഞാനും സോനും. ബേബി യൂഷ്വലി എപ്പോഴും ഉള്ള പോലെ ഒന്നും തിന്നില്ല, ചായ മാത്രം കുടിച്ച്. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചായിരുന്നു കേർഡ് ഇട്ടിട്ട്. അത് ഇതുവരെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ എനർജി പോയി തോന്നും. അപ്പോൾ വീണ്ടും ഒരു തളർച്ച എന്തൊക്കെയോ പോലെ. എന്നാൽ ഈ ചൂടുമാകുമ്പോഴാണ് ഭയങ്കര നമുക്ക് ഒന്നുകൂടെ ഇതാണ്. എവിടെ പോയി മൂപ്പർ? അപ്പോൾ വലിയ മാവന് കളിക്കട്ടെ. നമുക്കിപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇതുണ്ടാക്കാൻ. എന്ത് ചിക്കൻ നീ ഓർഡർ ആക്കിയായിരുന്നോ സോനു? എപ്പോൾ വരും? 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഷുവറില്ല നമ്മൾ ആ സാധനം ഉണ്ടാക്കോ ഇല്ലേന്ന്. പെട്ടെന്ന് പറയണ മസാല റെഡിയാക്കി വെച്ചാൽ മതിയല്ല, എന്തായാലും വരുമോന്ന് ഷുവറല്ലേ. ആ ടൈമിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ചിക്കൻ മാത്രം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് പൊരിക്കേണ്ട ടൈം മാത്രം ഉണ്ടാവും. ആ ഉണ്ടാവുമല്ല, 1 മണിക്കൂറുണ്ടല്ലോ, 6:30 വരെ. എന്തായാലും ഇന്ന് ചപ്പാത്തി ചോർമ്മ കഴിക്കാനുള്ള മോഹമായിരിക്കലാണ്. വേവിക്കാ നീ പഞ്ചസാര ഇട്ടിട്ടാണോ വേവിക്കണം? ഇനി ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നമ്മൾ ജ്യൂസ് ഉപ്പിടും. ഉപ്പ് മധുരത്തിന് അപ്പോൾ ഉപ്പിടുന്നത് ഒരു ബാലൻസ്. എല്ലാത്തിനും ഇടോ അപ്പൊ നീ? എന്താ വെച്ചാല് ഇപ്പൊ എന്താ ഇപ്പൊ ഓറഞ്ച് വെള്ളത്തിൽ പിഞ്ച് ഞാൻ നോക്കുമ്പോ സുമി അങ്ങനെ എല്ലാത്തിനും ഇടുന്നുണ്ട്. നമ്മ ഇങ്ങനെ ജ്യൂസ് അതിന് മാത്രമല്ലേ നോക്കുമ്പോ ഓറഞ്ച് വെള്ളത്തിന് ഒരു ദിവസം സുമി ഇട്ട് ഇവിടെ അതെല്ലാം മധുരത്തിന് ഒരു പിഞ്ച് ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും ഇടാറുണ്ട്. ഇതിലൊക്കെ ഇടാറുണ്ട് ഒരു കിച്ച്. അങ്ങനെ ഇടാറില്ല ഞാൻ. പതുക്കെ നിന്ന് ഇങ്ങിക്കാനൊക്കെ പറഞ്ഞാൽ ഇങ്ങിക്കൂല. പാട്ടാതെ പിടിച്ചിട്ട് എന്ത് സാധനമാണ് ഒരു തള്ള തെറിച്ചു കഴിഞ്ഞു. തെറിച്ചിട്ട് വരുമ്പോ ഹാളിലെത്തി. ഇന്നത്തെ കട്ട്ലേറ്റ് ഉപ്പുണ്ടാ മയോ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇന്നലത്തെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ഇൻഷാല്ലാ ആയിക്കോട്ടെ. എന്ത് പറ്റി? നെഞ്ചു വരും. നെഞ്ച് കഴിച്ചിരിക്കണ്ടല്ലോ. ടേക്സ്റ്ററാവില്ലേ നെഞ്ചിയൊക്കെ കഴിച്ചിരിക്കും വയസ്സന്മാരെ പോലെ. ഹൗസ് ദി ഡേ? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഡേ ആണ്. അത് കുറെ നേരം പിടിച്ച് മനുഷ്യന് വേലെടുത്തിട്ട് ഞാനിങ്ങളോട് ബ്ലോഗൊക്കെ 1/2 മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, മറക്കരുത്. ഞാനിത് ഉണ്ടാക്കട്ടെ, എനിക്ക് വയ്യ ഗൈസ്. ഓക്കെ പൂർണിമ ഞാൻ ഇത് ഉണ്ടാക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളെ കട്ട്ലേറ്റ് റെഡിയാണ്. വെട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കറണ്ട് ഇല്ല. കട്ട്ലേറ്റ് മാത്രമല്ല ഉന്നക്കായം റെഡിയാക്കി
പൊരിച്ചു വെച്ചു. ഇല്ലെങ്കിൽ ഇത് ഇന്നത്തെ അവസ്ഥ കണ്ടില്ലേ, കൈക്ക് കിട്ടൂല. മുന്നേ കയ്യിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി വരും ആവും. അപ്പോൾ നമ്മൾ അടുത്തത് എവിടെയാണ്? ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെയൊക്കെ മനസ്സിലാവും. ഇത് ചില്ലി, നമ്മൾ ബീഫ് ചില്ലിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ ഇന്നലെ വെച്ച ബീഫ് കറി ബാക്കിയുണ്ട്. ഓപ്പൺ ആക്കോ ഇത്. ഓ മൈ ഗോഡ്, ഗ്യാസ് കളയാണ് ഇന്നലെ വെച്ച ബീഫ് കറി. ഇത് ഇന്നലെ വെച്ച ബാക്കിയുണ്ട്, അത് ബീഫ് കറി ഇരിക്കട്ടെ. കുറച്ച് ബീഫും ബാക്കിയുണ്ട്. ഇത് എത്ര ദിവസമാണ് ഫ്രിഡ്ജിൽ വെക്കുക ഗൈസ്. അത് നമുക്ക് എന്താണ് സോണത്തുണ്ടാക്കാൻ പോണത്? ചില്ലി ബീഫ്. സുമി ഫുൾ കിച്ചണൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഗൈസ്, മടിയാവണം. മൊത്തത്തിൽ തളർന്നിരിക്കണം എല്ലാവരും. സോണം പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ബീഫ് ചില്ലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ സോനു വെളുത്തുള്ളി അരിയുകയാണ്. ഞാൻ തൊള്ളിയൊന്നും കളയൂല. ആ ചില്ലിന് ഇത് കളയാണ്. യെസ്, അതിന് കളയും. അപ്പത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വെളുത്തുള്ളി അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പത്തേക്കും ബീഫ് വേവിക്കാൻ വെക്കാം. ഓ അവിടെ സുനു പിള്ളേരെ ഓ ഇതാണ് ബിഹൈൻഡ് ദ സീൻ ഗൈസ്. നമ്മളങ്ങനെ തന്നെ ഇടും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ഞാൻ പറയട്ടെ, പറ, നീ തന്നെ പറ. ഈ ഇറച്ചി നമുക്ക് വേവിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ബാറ്ററിൽ വെച്ചിട്ട് മുക്കിയിട്ടണം പൊരിക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് വേവിച്ച് പൊരിക്കാം, അല്ലെങ്കിൽ എന്താണ് പറ വേവിക്കാതെ പൊരിക്കാം. പക്ഷെ വേവിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റും, നിങ്ങൾക്കൊന്നും കഴിക്കാൻ. വേവിക്കാതെ പൊരിക്കുമ്പോ ടൈം കൂടുതലെടുക്കും, മനസ്സിലായ? അത് മാത്രമല്ല ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. നമ്മുടെ ബാറ്ററും കോൺഫ്ലവറും മുട്ട അങ്ങനെയൊക്കെ മുക്കിയിട്ടാണ്. അതുമല്ല ആ ടൈം എടുക്കാൻ ചെയ്യും, കുറച്ച് ഒരു BDF പോലെ ഇരിക്കുമായിരിക്കും അല്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ ഒന്ന് ഇത് വേവിച്ചിട്ട് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ അങ്ങനെയാണ് ചെയ്യണം. അപ്പൊ ഇതിന് ഞാൻ വേവിക്കാൻ വേണ്ടി കുറച്ച് വെക്കാം, കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട്. ഇവിടെ മഞ്ഞൾ ആയില്ലല്ലോ വട്ടത്തില്. കറണ്ട് എത്ര ദിവസമായല്ലേ ഇങ്ങനെ മണ്ണും പോയി. ഓ മഞ്ഞളൊന്നും ഇല്ല നമ്മുടെ വീട്ടില്. സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് അപ്പുറത്തില്ലേ സുമി? മഞ്ഞള് കുറച്ചുകൂടി ഇട്ടോ മഞ്ഞൾ. അല്ല ഇനിയിപ്പോ ആ കറിയിൽ ഭയങ്കര കുറച്ചിട്ടോ. മഞ്ഞള് മണം വരാതെ ബീഫിന്റെ. ഈ ബീഫ് ഇന്നലെ തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു വേറെ മണം പോലെ. ഉപ്പിട്ടിട്ടില്ല അങ്ങനെ മണമൊന്നല്ല, എനിക്ക് ഒരു നീറ്റ് പോലെ വേണം. ബ്രെഡിന്റെ അല്ലേ ഇതൊരു ചീത്ത പോലെയല്ല, ബീഫ് മണക്കണം അങ്ങനെ. ചീത്ത തോന്നല്ല. ഇന്നലെ നമ്മുടെ കട്ട്ലറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു, കറി അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര ഫ്രഷ് ഒരു ഉപ്പിട്ടല്ലേ, ഉപ്പിട്ട് സാധാരണ ഇടാറില്ല, പക്ഷെ ഗരം ഞാനും ഇടും വേവിക്കുമ്പോ, എന്നാലും ഒരു ബീഫിന്റെ അത് ഉപ്പും ഇതിട്ട് വേവിച്ചാ മതി. പക്ഷെ നമുക്കൊരു ഞാൻ കട്ട്ലറ്റിന് വേവിക്കുമ്പോഴും ഇതൊക്കെ നാടൻ സ്റ്റൈലിൽ ഗരം മസാല. പിന്നെ എന്താ ഉണ്ടാക്കാൻ പോണേ? ചില്ലി ചിക്കൻ റൈറ്റ്, ചില്ലി ബീഫ്. ഓക്കെ, അപ്പൊ ഇന്ന് നാഷ്ട പൊറോട്ട പഠിപ്പിക്കാം അല്ലേ? അതെന്താ ഒരു സ്റ്റോക്ക് താഴെ കൊണ്ടിരിക്കുക. അവിടെ പിള്ളേർ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോ ബേബിക്കും ഷിനാജിനും ടഫാണ്. നല്ല വെയിറ്റ് ഉള്ള സ്റ്റോക്സ് ആണ് അവരായിരിക്കും കൊണ്ടിരിക്കണം അവിടെ നിന്ന്. അപ്പൊ ടഫാണ് അവർ. ഇത് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി അരിയാം. സോനു ചില്ലി ചിക്കൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ചില്ലി ബീഫ് എന്ത് വാങ്ങിയാണ് എനിക്ക് വയ്യ. കിടക്കുന്ന 14 ഇതിന്റെ അടിയിൽ എപ്പോ വാശി പിടിക്കണം. ഞാനപ്പോ അവന്റെ അടുത്ത് പോണതൊക്കെ അടിക്കടില്ലല്ലോ. അവന്റെ അടുത്ത് ഒരു 10 പ്രാവശ്യം ഓടും, അവനെ ഒന്ന് സഹായിക്കും, ഇങ്ങോട്ട് വരും, മൊത്തത്തിൽ ടഫാണ്. അപ്പൊ സോൺ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിഞ്ഞോണ്ടിരിക്കുക. ഞാൻ ചിക്കൻ വന്നായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്, പക്ഷെ ഞാൻ പ്ലാൻ മാറ്റി. ഇന്നത്തേക്കുള്ളതുണ്ട്, ആ നാട്ടിൽ കൊണ്ടുവന്ന ചിക്കൻ പറ്റീസ് ഉണ്ട്, അത് കുറെ ദിവസം വെക്കണ്ടല്ലോ ഫ്രിഡ്ജിൽ. അപ്പൊ ഇന്നത്തോടെ തീരും.
പിന്നെ അതും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൊരിക്കണം. ആൻഡ് യെസ്, ഉന്നക്കായ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ടാക്കി. ഉന്നക്കായ ഉണ്ടാക്കിയാണ്, കാണിച്ചില്ല, എപ്പോഴും കാണിക്കണ്ടല്ലോ പാളിപ്പോണം. പക്ഷെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ ഞാൻ പാടുപെട്ടി, കുഴപ്പമില്ല. അപ്പോ നാളെ ഐറ്റം ഉണ്ട് മതി. നാളെ ആ ചിക്കൻ വെച്ചിട്ട് സംതിങ് സമോസ ഒക്കെ ഉണ്ടാക്കല് കുറെ ദിവസമായി. നാളെ സമോസ ഉണ്ടാക്കണം. ചപ്പാത്തി ഷവർമ എന്തായാലും നാളെ സോണിന് ഉണ്ടാക്കി. അതുകൊണ്ടോ നിങ്ങൾക്കൊക്കെ നോമ്പ് എങ്ങനെയുണ്ട് പറയൂ ഗൈസ്. ഐ ആം ഫീലിംഗ് ടോട്ടലി സിക്ക്. ഭയങ്കര ചൂടുണ്ട് ഇവിടെ, അതിന്റെ ഞാൻ തോന്നുന്നു ഭയങ്കര തളർന്നു പോകും. അപ്പൊ ഏറ്റവും ചൂടുള്ള ആൾക്കാരോട് അപ്പൊ ഞങ്ങളാ പാലക്കാട്ടെ ആൾക്കാരെ ഇത് കേക്കണ്ട, അവിടെയാണ് ഭയങ്കര. അവരിവിടെ കൊച്ചി തണുപ്പില്ലേ. ആക്ച്വലി നമ്മുടെ വീട്ടില് ഫുൾ ടൈം AC ഓൺ ആയത് കൊണ്ടിട്ട് ആ ഹാളിൽ പോകുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷെ നമ്മള് സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കിച്ചൺ ഡോർ അടക്കും. അപ്പൊ ഇവിടെ പുകയണാണ് എല്ലാം ചൂടുമായിട്ട്. മാംഗ്ലൂരിലും നല്ല ചൂടുണ്ടെന്ന് അമ്മ പറയണ്ടായിരുന്നു. അപ്പൊ നമ്മ ഇവിടെ പോയി അവിടെ കൂടും. അപ്പൊ നമ്മ ഇവിടെ ഹോളിലെ AC സെൻട്രലൈസ് AC ആക്കി ഇട്ടേക്കണേ. ആക്ച്വലി സെൻട്രലൈസ് അല്ല, നമ്മളത് ആക്കിയതാ നമ്മ അങ്ങനെ ആക്കിയത്. ഇത് പറ്റൂല, പിള്ളേർക്കും പറ്റൂല, ചൂട് 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 പോയിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചു ബാംഗ്ലൂർ പോയിട്ട് നമ്മ പുതിയത് ബാംഗ്ലൂർ പോകാനിപ്പോ എന്തായാലും പറ്റൂല, വണ്ടിയില്ല. കാറില് അതുവരെ പോവാൻ സോ ലോങ്. ഓ മൈ ഗോഡ്, കാറിൽ എറണാകുളം പോയി വരാൻ തന്നെ നമുക്ക് പറ്റൂല. പണ്ട് ബാംഗ്ലൂർ പോയിട്ട് ബോഡിയിൽ നുറുങ്ങിയത് അതന്നെയാണ്. പിന്നെ എന്ത് ചെയ്യാനാണോ ഇങ്ങനെ കാറിന്റെ അവസ്ഥ കൊണ്ടുപോയി. ഫീലിംഗ് സോ സ്ലീപ്പി. ഉറക്കം ഇപ്പൊ ശരിയാവാനുള്ള ഫുള്ള് സ്കെഡ്യൂൾസ് മാറി, എല്ലാം ഒന്നും ശരിയാവണം. ഈ മാസം കഴിയുമ്പോഴായിരിക്കും എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവാൻ പോകുന്നത്. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡിയാവും. പഴയ ബാക്ക് യൂഷ്വൽ. ഓ എവരുടെ സ്കെഡ്യൂളും മാറി, അതാണ്. അവൻ തന്നെ ലേറ്റ് ഇപ്പോഴേക്കും ലേറ്റ് ഉറങ്ങും, അത് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. പിന്നെ വെക്കേഷന് മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞോ? എല്ലാവരുടെയും വെക്കേഷൻ തുടങ്ങിയോ? ഇപ്പൊ മഴ ആയിട്ടുണ്ടോ? ഇങ്ങനെയൊന്ന് സ്കൂൾ തുറന്ന് കിട്ടിയാൽ മതിയത്. രണ്ടും കൂടെ എന്ത് കിട്ടിയാണെന്ന് പറയും. സുനും സൈഡും കൂടി കിട്ടിയ അപ്പൊ ഞാൻ വരും. ഇങ്ങനെയാണ് ഞാൻ വന്നത് ഭീഷണിപ്പെട്ടു. മര്യാദകളിലാണെങ്കിൽ ഹോസ്റ്റലിൽ ഇടോട്ടാന്ന് പറയും. ഡാഡൊക്കെ പോലെ തന്നെ ഹോസ്റ്റൽ. ഡാഡൊക്കെ ഒരു ദിവസവും പിള്ളേരില്ലാതെ പറ്റൂല, ജസ്റ്റ് ഓടി നടന്ന് ഇരിക്കണം. ഉച്ചെടുക്കാൻ ആരെങ്കിലും ഇല്ലാന്ന് വിചാരിക്കും. എനിക്കും അങ്ങനെ കേട്ടോ. എനിക്ക് സൈഗോക്കെ ഉറങ്ങിയപ്പോൾ അന്തവും. സൈഗോന്റെ അടുത്താണ് നമ്മൾ ഏറ്റവും കുറച്ച് എടുത്തോണ്ടിരിക്കുന്നത്. സൈഗോ സൈഗോ അകച്ചയല്ലേ ഇകച്ചയല്ലേ. ഇപ്പൊ ഈ ഏജ് അങ്ങനെയല്ലേ, ഫുള്ള് ഓടി നടന്ന് അലമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്റെ പണി ആക്ച്വലി ഇന്നത്തെ കഴിഞ്ഞു. കട്ട്ലറ്റ് ഉണ്ടാക്കി, ഉന്നക്കായ ഉണ്ടാക്കി, പൊരിക്കാനുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ് പൊരിക്കുള്ളൂ. പിന്നെ ഇന്ന് ക്യാരറ്റ് ജ്യൂസ് അടിച്ചില്ലല്ലോ നമ്മള്. കറണ്ട് ഇല്ല. കറണ്ട് വെള്ളം കുടിക്കേണ്ടി വരുമോ? കുറച്ച് അതുണ്ടല്ലോ നാളെ യൂഷ്വൽ. അതൊന്നും തണുപ്പുണ്ടാവൂല. അപ്പൊ ഫ്രിഡ്ജിൽ കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് പോയാ ചെക്ക് ആക്കിയാ ലൈൻ എല്ലോടെ ഇടക്കൊന്നും വന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മളിന്ന് ഓർഡർ ചെയ്ത് പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ്. നല്ല സ്പൈസി ആയിട്ട് അടിപൊളിയാണ്. ഒന്ന് പ്ലെയിൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പോലെ. ഇത് ആദ്യം കൊണ്ടുവന്നത് ഒരു പാക്കറ്റ് ബാക്കിയുണ്ട്. അത് ബാക്കിയുണ്ട്. കട്ട്ലേറ്റ്, ഉന്നക്കായ. That's enough for today. Fruits, watermelon. ചില ആൾക്കാർ ആപ്പിള്, ഗ്രേപ്സ്, ബനാന എല്ലാം തിന്നുമല്ലേ? ഗ്രേപ്സ് പിന്നെ കഴിക്കും. എന്നാലും വാട്ടർമെലൺ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസം. അപ്പൊ ഇത് അത് വെന്ത് കഴിഞ്ഞിട്ടാണോ മറ്റേ മസാല? ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേ മസാല എടുക്കാം. അവിടെ മുക്കി പിടിക്കാതെ മസാല ബീഫ് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു. അപ്പത്തേക്ക് എന്ത് ചെയ്യണം പറയൂ. നമുക്ക് ബീഫ് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പൊ ഒരു മുട്ടയിട്ട് മുട്ടയിട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ മുട്ടയിട്ട പോലെ
ഒരു മുട്ട ഇട്ട് പറയാൻ പറ്റില്ല നീ തന്നെ ആയിരിക്കും. ഞാൻ കോഴിയാ മുട്ട. പിന്നെ കോൺഫ്ലോർ ഇടണം. കോൺഫ്ലോർ ഒരു അളവിലങ്ങടെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിൽ ഇട്ടോ. ഇടുമ്പോഴത്തേക്ക് എക്സ്ട്രാ എന്തിനാ സ്പൂൺ സത്യം. അയ്യോ സുവിയ ക്യാരറ്റ് വേഗം അടിച്ചു. ഇനി കരണ്ട് വേണം നമുക്ക് ജ്യൂസ് ഉണ്ടാവൂല. പാൽപ്പൊടി ഇട്ടു. പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ. അത് അടിച്ചടിച്ചെടുത്തു. അപ്പൊ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. സോയാ സോസ് പതിക്കേട്ടാ ഒറ്റടിക്ക് വീയും. അത് എനിക്ക് എപ്പോഴും കിട്ടണ പണിയാ, ഒറ്റടിക്ക് വീയും. സോയാ സോസ് മൊത്തത്തില് നഷ്ടോട്ടാ. ഞാനൊക്കെ ഒരു 2-3 ഡ്രോപ്സ് ആണ് ഇടുന്നത്. സോയ സോസ് 1.5 കപ്പ്. ഇച്ചിരി മതി. ജിഞ്ചക്കാളിക്ക് ഇഷ്ടമല്ല. പിന്നെ പെപ്പർ പൗഡർ. സുഹാനത്ര ചില്ലി പോയിട്ടാണ് നോക്കാം. പുളിത്ത് ചത്തല്. സോയ സോസ് അത്രയാണ് ഒഴിച്ചത്. അത്ര ഒഴിക്കൂല സോയ സോസ്. എനിക്കിഷ്ടം സോയ സോസാ. കുറച്ച് ചില്ലി പൗഡർ. എന്നിട്ട് ഇത് സാധാരണ റെഡാണ്, റെഡ് ചില്ലിയാണ്. കാശ്മീരി അല്ല. കാശ്മീരി ആണെങ്കിൽ ഒരു സ്പൂൺ മൊത്തം ഇട്ടോ, എരിയൂല. പിന്നെ ഉപ്പ് ഇച്ചിരി ഇട്ടോ. സോയ സോസിൽ ഇച്ചിരി ഉണ്ടാവുമല്ലോ, ഇച്ചിരി വേണമെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പം എല്ലാം ഇട്ടില്ല. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ട മൈദ. കോൺഫ്ലോർ ഉണ്ടല്ലോ. കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തന്നെ. മൈദ ഇടുന്നവരുണ്ട്, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചത് വെള്ളം ഇല്ലാതെ ഊറ്റിയെടുത്തിട്ട് അത് ഇതിൽ മാരിനേറ്റ് ചെയ്യാം. ഓക്കെ. ഇതെന്താണ് ഭൂമിയുടെ കൈനിറങ്ങാത്ത ഫ്ലവറാ? ഫ്ലവർ വേണോ? യെല്ലോ ഫ്ലവർ വേണോ എബിന്? പിന്നെ ബേബിക്ക് യെല്ലോ ഫ്ലവർ ഇങ്ങോട്ട് തരാം. ഫ്ലവർ കിട്ടിയാ കാണിച്ചേ. ഫ്ലവർ കാണിച്ചേ. ഫ്ലവർ കാണിച്ചേ. ഫ്ലവർ. താങ്ക് യു മീ. താങ്ക് യു. അവ കൊടുത്തേ ഫ്ലവർക്ക്. അവ കൊടുത്തേ. കറണ്ട് ഇല്ല ഗൈസ്. ഫുള്ള് വേർത്തിരിക്കണ. നോക്കിയ മുടിയൊക്കെ നോക്കിയോണ്ട് മൊത്തത്തിൽ വേർത്തിരിക്കുന്നുണ്ട്. ഇല്ല ഉള്ളിൽ. അതാ ഞാൻ പുറത്തിറങ്ങിയ കുറച്ചെങ്കിലും കാത്തു കൊള്ളട്ടേന്ന്. അത്രക്ക് പേർക്കുണ്ട് ഉള്ളിൽ. സോന് ബാറ്ററൊക്കെ റെഡിയാക്കി ആ ബീഫിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളമൊക്കെ മൊത്തം മാറ്റിയിട്ട് വേണം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴായിട്ട് കുറച്ച് പുറത്ത് വരാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല എബു ഫ്ലവർ എവിടെ കാണിച്ച്? ഫ്ലവർ എവിടെ? ഫ്ലവർ എവിടെമ്മ? വേർക്കണ്ട നിനക്ക്? അസ്വസ്ഥ കേൾക്കണ്ട? നോക്കിയോണ്ട മുടിയൊക്കെ നോക്കി വേർത്തിട്ട് മൊത്തം. എന്തുപ്പാ ഡാഡ് എവിടെ? പൊന്ന് ഡാഡ് എവിടെ? പൊന്നെ ചിരിക്കണ ഡാഡ് നോക്കി. ഡാഡ് ഫുൾ ബിസിയാണ്. നമുക്ക് ഉള്ളിൽ പോവാ. അമ്മി പണിയുണ്ട് കുറച്ച്. ഓക്കെ, നമുക്ക് ഉള്ളിൽ പോവാട്ടാ. പിന്നെ കൊണ്ടുവരുന്നു. ആ ബാറ്ററിൽ സോന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫിൻ്റെ വെള്ളം. ഓമ്പ് കിച്ചൺ മൊത്തം മെസ്സായിരുന്നു. സുമി ഫുള്ള് ഷടപടയെണ്ണ ക്ലീൻ ആക്കി വെച്ചു. പിന്നെ എന്താ പൊരിക്കാൻ പോണ? കുഴപ്പമില്ല സോന, എല്ലാവരും പോയി കിടക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. അത് ഇന്നലെ പൊറിച്ച്. ഇന്നലല്ല ഇന്ന് പൊറിച്ച്. ആ എടുത്തോ, കുഴപ്പമില്ല. ഓ വെസ്റ്റേൺ ഫുഡ് നാടൻ പാത്രത്തില സോറുണ്ടാക്കാൻ പോകണം. അല്ല ഞാനിവിടെ ഇത് ഒന്ന് ഇട്ടിട്ട് ഇത് ഓണാക്കാന്ന് വെച്ചാൽ, പക്ഷെ ഓണാക്കിയപ്പോഴത്തേക്കും അത് ചൂടായി. സോറി ഗൈസ്. അപ്പൊ ഇതിൽ ഞാൻ ഇട്ടേക്കണത് സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെ വെളിച്ചെണ്ണയില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ല. ഇതെന്തായാലും നമ്മുടെ ചില്ലി ബീഫിന്റെ സൈസിലൊന്നുമല്ല വെട്ടിയേക്കണത്. സവാള വരെ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലത്തെ കുക്കിംഗ് വീഡിയോ മാത്രം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. സവാള നമുക്ക്
ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട guys. നമ്മ ഈ ക്യാപ്സിക്കം ക്യൂബ് ആയിട്ട് അരിക്കുക, അതുപോലെ സവാള അരിയേണ്ടത്. ചില്ലി ചിക്കൻ ചെയ്യുമ്പോ അങ്ങനെ അതെ, നമുക്കിപ്പോ എന്തായാലും ഒന്നാണല്ലോ, അതുപോലെ തന്നെ കഴിച്ചാൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാ മതി വയറ്റ് പോവാൻ. അതന്നെ. അപ്പൊ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചൂടായി വരുന്നുണ്ടെന്ന് തോന്നണം. ഇതിലേക്ക് ഒരു കൈയിട്ട് നോക്കിയാലേ ഇട്ടോ, ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ബേബി ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ചൂടായില്ല. ഇതിന്റെ കാര്യം ചെയ്യാം, ചൂടായിക്കോട്ടെ. ഇതെന്തായാലും ചൂടായിരിക്കാനാണ്. ഓണാക്കിയിട്ട് കുറച്ച് വെച്ചേക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടൂലേ ഇതില്? ഞാൻ വിചാരിച്ച് നമുക്ക് പേസ്റ്റ് ഇടാം, കുറച്ച് അല്ല എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇഞ്ചി ഇട്ടോട്ടാ, നിങ്ങൾ അങ്ങനെ പറയാം. ഇഞ്ചിയൊക്കെ ഇടണം. അല്ല, അപ്പൊ തന്നെ കമന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്നാണ്, ഞങ്ങളിടും. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇടണം. ഇഞ്ചി ഇട്ടോ, എന്തിനാ പേസ്റ്റ് ഇടാം. ഇടുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ ഒറിജിനൽ ഇടണ്ട, എനിക്ക് കടിക്കാനായിട്ടാണ് ഇഷ്ടമല്ല. അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് വഴറ്റാനായിട്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ല, കൊറേ ഇഷ്ടമല്ല. കുറച്ച് ഇത് ഇഞ്ചിയാണ് വിചാരിച്ചത്. ഓക്കെ, വെളുത്തുള്ളി ഉണ്ടല്ലോ മിക്സി. അത് കടിക്കാൻ കിട്ടാന്ന് കടിക്കാൻ കിട്ടില്ല. ഉപ്പിട്ടാ പൊട്ടിച്ചേക്കൂലേ? ഇടണം. വേണ്ട, അല്ലാതെ സോഡ സോസിനോട് നല്ല ഉപ്പില്ല. അപ്പൊ ഇത് ഉപ്പിടൂലേ മസാല ലാസ്റ്റ്? നമുക്ക് ഇവിടെ ഇട്ടിട്ട് നോക്കാം. ഓ, പൊട്ടിത്തെറിക്കും. ഇരുന്ന് കുക്കറി ഷോ കാണാൻ വേണ്ടി. അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഇതുപോലെ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിവുപോലെ എടുക്കരുത്. വെജിറ്റബിൾ ഓയിൽ എടുക്കുക, ഇതിലേക്ക് ഇടുക. നെക്സ്റ്റ് തിങ് ഈസ് പറ. അതൊന്നോ സവാള ഗിരി 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 സവാള ഗിരി ഗിരി ഇടുക. സവാള 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 നല്ലതല്ലേ? നാടൻ സ്റ്റൈലിൽ ചില്ലി ബീഫ്, നാടൻ ചില്ലി ബീഫ്. റോസ്റ്റ് വെക്കാൻ പോണെന്ന് തോന്നുന്നു. ക്യാപ്സിക്കം ചില്ലി ബീഫിലുണ്ട്. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് റോസ്റ്റ് ആയിരിക്കും വെക്കാൻ പോണേ. ഈ പട്ടിക്കണായിരിക്കും ഇട്ടിട്ട് ചില്ലി ബീഫ് എന്ന് പറഞ്ഞിട്ട്. നോക്ക നമുക്ക് നമ്മുടെ സാധാരണ റോസ്റ്റ്. ഓക്കെ, നല്ലൊരു മണം വന്നില്ലേ വെളുത്തുള്ളിയുടെ? കിളി പോയിരിക്കും. ഇരുന്നു പോയി മണം. എന്റെ ഈ വെളുത്തുള്ളി ഇതൊക്കെ മണം കേട്ടിട്ട് സുമി ഇരുന്നു പോയി. ഇരുന്നു പോയി അവിടെ. സുമി സഹിക്കാൻ പറ്റാതെ ഇരുന്നത്. ജസ്റ്റ് ഇതുപോലെ സോട്ട് ചെയ്യുക, നല്ലോണം വേവിക്കാനുള്ള. ഇനി നമ്മൾ ചില്ലിസിനൊക്കെ അറിയാം. അത് ക്യൂബ്സ് ആയാലും അതിൻ്റെ ക്യൂബ്സ് ആണെന്ന് വെച്ചാൽ കഴിച്ചാൽ മതി. ക്യൂബ്സ് ആണെന്ന് വിചാരിക്കുക. അയ്യോ എന്റെ ബീഫ്, ഇതാണ് പ്രശ്നം. നമ്മപ്പോ ഈ ബീഫ് സാധാ ഫ്രൈ ചെയ്തോണ്ടിരുന്ന എല്ലാം കൂടെ ഇടുമ്പോൾ കുടുംബത്തിനോടെ വരും. ശാലോ ഫ്രൈ ആവാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അവിടെ ഒരു ശാലോ ഫ്രൈ ആകട്ടെ. അപ്പൊ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ഒന്നിച്ചിടാത്തെല്ലാം? അല്ല, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. എന്തിനാ ആക്രമണം പിടിക്കുന്നത്? ഞാനങ്ങനെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കും. നെക്സ്റ്റ് റെഡും ഉണ്ടെങ്കിൽ സെറ്റ് ആയല്ലേ? എല്ലാം കൂടെ ഉണ്ടാക്കിയത് പണിയാണ്. ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടിയാണ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുക്കിംഗ് ബേബി ഉണ്ടെങ്കിൽ തന്നല്ലേ നല്ലോണം സവാള ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിട്ട്. ഇത് ഇട്ടോ, എനിക്ക് കാണുമ്പോ പെട്ടെന്നൊന്നും ചെയ്തോടെ ഇരിക്കാതെ. പച്ചമുളക് ഇടുക. ഇതൊന്ന് വാടട്ടെ, ജസ്റ്റ് ഒന്ന് വാടട്ടെ. ജസ്റ്റ് പറയൂ, ചോദിക്കൂ, ഡൗട്ടൊക്കെ ചോദിക്കൂ. റെഡ് തീരെ അന്ന് എടുത്തല്ലോ, ഞാൻ എടുത്ത എല്ലാത്തിനും. ഇത് പിന്നെ മേടിച്ചതല്ലേ വീണ്ടും? പിന്നെ വീണ്ടും പിന്നെ ഓർഡർ ആക്കിയതാ പണ്ട്. ബ്ലാക്ക് റെഡ് എന്തൊക്കെ പറയണം. ഗ്രീൻ പിന്നെ പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു.
വെള്ളം തീർത്തിട്ട് വേണ്ടിയിരിക്കാൻ ഇപ്പൊ തന്നെ പൊരിക്കാണ്ടായി പോകും. അപ്പൊ ഇത് അങ്ങനെ ഇങ്ങനെ തിരിച്ചത് കൊണ്ട് എന്തായാലും ഒരേ ഫാമിലിയൊക്കെ പോകേണ്ട ആൾക്കാരല്ലേ. കരിയുന്ന ബീഫ് എടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതാ മസാലയുടെ കളറ് പോലെ അതല്ലേ റെഡ് കളർ ഇടായിരുന്നല്ലോ നമുക്ക്. കുറച്ചുകൂടെ കുറച്ച് വേണമെങ്കിൽ കിട്ടും. കുറച്ച് റെഡ് കളറിലൂടെ ഇടാം. ആൾക്കാരെ പറയും ഓ വേണ്ട കഴിഞ്ഞ വർഷത്തെ ആൻസറായിരുന്നു അല്ലേ. ചില്ലി ബീഫ് അത് പറയുമ്പോ റെഡ് കളർ അങ്ങോട്ട്. ചില്ലി ബീഫ് റെഡ് അല്ല ബ്ലാക്ക്. ചില്ലി ചിക്കൻ അല്ല ചില്ലി ബീഫ് റെഡ് അല്ല. ഒരു ബ്ലാക്ക് കളർ സോയ സോസിന്റെ കളറായിരിക്കും ചില്ലി ബീഫ്. നിങ്ങൾക്കിപ്പോ ചില്ലി ബീഫ് അത് ചില്ലി ചിക്കൻ. ചില്ലി ബീഫിന് ഇല്ല കളർ അങ്ങനെ ഡാർക്കാണ്. നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പൊ ഏത് കളറാണ് ചില്ലി ചിക്കൻ പോലെയാണോ അല്ലെങ്കിൽ ചില്ലി ബീഫായിട്ട് ഡാർക്കാണോ പറയൂ. പറയൂ. സുഖാനിട്ടാണ് ഓരോരോ കാര്യം. അല്ല സോയ സോസ് ബീഫ് കത്തിരിക്കണം. സോയ സോസ് അല്ല ബീഫ് റെഡും ചോര വന്നുപോലെ ഇളക്കി അവിടെ ഇളക്കി ഇതിപ്പോ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഇതിപ്പോ ചോരയെ കുളിച്ച ബീഫ് പോലെ ഉണ്ടല്ലോ. അതല്ലേ പറഞ്ഞ മസാലയിൽ ഇടണം. നീ പിന്നെ എന്തിനാ ഇടാൻ കളർ കാണാൻ ഒരുമാതിരി കറിയുന്ന ബീഫ് പോലെ ഉണ്ടല്ലോ കണ്ടത്. അതുകൊണ്ട് എന്തിനാ ഇത്ര ലോ ആക്കി വെച്ചത്. ഇപ്പൊ വരുക ആൾക്കാർ ഓ സ്വാനത്തിനൊന്ന് ചെയ്യുമ്പോഴുള്ള അവളെ സമാധാനം കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത സ്വാനിത്ത മഷൂറിന്റെ ഒരു വിചാരം അവക്ക് കുക്കിംഗ് പിന്നല്ല നമ്മൾ വേറെ ലെവലാണ് ഗൈസ്. നമ്മൾ കുക്കിങ്ങില് വേറെ ലെവലാണ്. സ്വയം പോക്കട്ടെ കുറച്ച് തളർന്നിട്ട് വയ്യ. അതുകൊണ്ട് സ്വയം പോക്ക് എസ് പി ഓക്കെ കുഴപ്പമില്ല. വാടിയോ രണ്ടും വാടട്ടെ. സോനും വാടിക്കും അതിൻ്റെ കൂടെ. വാടിയോ എന്നെ വിളിച്ചിട്ട് പോയല്ല അങ്ങോട്ട്. ഇത് വാടി. ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. മയോ ഒക്കെ ഇടുവോ? സോറി കണ്ടതാ. നമ്മുടെ ചില്ലി ബീഫിന് നീളത്തിലായിരിക്കും ബീഫ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടായിരുന്ന ചെറുത് ഉരുണ്ട സവാള തന്നെ നീളത്തിലാണ്. പിന്നെ എല്ലാം നമുക്ക് നമ്മുടെ വേറെ ടൈപ്പാണ് ഗൈസ് ചില്ലി ബീഫ്. ഇത് നമ്മൾ സാധാരണ അതെന്താ ഓർക്കുക സോയ സോസ് ഒരു ലോഡ് കുട്ടിട്ടുണ്ട് അതില്. അപ്പൊ അത് കുട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇതിൽ കൊടുത്താൽ മതി 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 ഇട്ടോ. മതി മതി മതി. കറുത്തിരിക്കും പുളിച്ചിരിക്കും. ഫുള്ളൊരു നല്ല മധുരമുള്ള ഒരു ചില്ലി ബീഫ്. ഇനി റെഡ് ചില്ലി സോസ് ഇത് എത്ര ഇടും? നമുക്ക് ഇഷ്ടമുള്ളവരിടാം. നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് എനിക്ക് കുറച്ച് കൂടുതലാണ്. റെഡ് ചില്ലി സോസ്. ഇനി ചില്ലി സോസ് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഓപ്ഷനാണ്. വേണമെങ്കിൽ കാണും. അത് കുറേ ഇടൂല കുറച്ചിടും. ഗ്രീൻ ചില്ലി സോസ് തെക്കിട്ട് വന്നിട്ടല്ലോ. ഇച്ചിരി ഇട്ടിട്ടാണ് അതിട്ട്. ഇനി കുറച്ച് കെച്ചപ്പ്. 3 ടൈപ്പ് സോസ് നമ്മൾ ഇട്ടു. കെച്ചപ്പ് മെയിനാണ്. കെച്ചപ്പ് പൗഡേഴ്സ് ഒന്നും ഇടൂലേ? ഞാൻ ഇട്ടായിരുന്നു തോന്നാം ചിക്കൻ
ചില്ലി ചിക്കൻ ചെയ്യും, അത് chilli മുളക് chicken പൊടി അങ്ങനെ ഒക്കെ. ഇതില്ലല്ലോ. ബീഫ് ഇടാൻ പറ്റിയാന്ന് പറഞ്ഞാല് അപ്പൊ ആ ബീഫ് ഇട്ട് കഴിഞ്ഞോ? ഇത് കുറച്ച് ചാറ് പോലെ വേണമെങ്കിൽ കുറച്ച് ആ കോൺഫ്ലവർ അത് ഒഴിക്കണ്ടേ, തിക്കാവണ്ടേ ഇപ്പൊ ഗ്രേവി? ബീഫിന്റെ കുറച്ച് നമ്മൾ വേവിച്ച വെള്ളം ഒഴിക്കുന്നതില് എന്നിട്ട് ആ ഒരു മസാലയില് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കും. അങ്ങനെ ആയാലേ തിക്കാവുള്ളൂ ഗ്രേവി. അപ്പൊ ബീഫിന്റെ വെള്ളമാണ് ഇപ്പൊ ഈ സോസ് ആകുമ്പോൾ ബീഫിന്റെ വെള്ളം കുറച്ച് ഒഴിക്കാതെ ഓക്കെ. ബീഫ് വേവിച്ച് വേണ്ട, തിക്കായിട്ടേ ഇരിക്കട്ടെ, പൊറോട്ട അല്ലേ, തിക്ക് ഗ്രേവി ആയിട്ട് വെള്ളമായ ചില്ലി ബീഫിൻ്റെ ഒരു ഇത് കിട്ടൂല്ലേ. കോൺഫ്ലോർ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞില്ല, ആ വെള്ളത്തിൽ തന്നെ ചെയ്തോന്ന്. നന്നായി ഉപ്പിടാത്തല്ലേ ലാസ്റ്റ് ബീഫ് വേവിക്കുമ്പോൾ ഇടും നമ്മൾ. ആ ബീഫ് വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലോർ കലക്കിയിട്ടുണ്ട്, ഒഴിച്ചോളാം. കുറച്ച് കളർ ഇട്ടാലെങ്കിൽ വേണ്ടല്ലേ, നമ്മളിപ്പോ കളർ ഇട്ടുള്ള കളിയില്ലത്. കുറച്ച് നമുക്ക് എന്താക്കാം ഫോണിപ്പോൾ ഓഫ് ആവട്ടോ, ഇച്ചിരി ഇട്ടോ കൊട്ടല്ലേ, കുറച്ചുകൂടി ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ ഇട്ടോ. കറിയായിട്ടുണ്ട് കോൺഫ്ലോറിന്റെ. ഇനി കുറച്ചുകൂടി വെള്ളമൊക്കെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. വേണം നമുക്ക് ബീഫ് ഇട്ട് നോക്കാം ആദ്യം. ബീഫ് കൊട്ടിക്കോ, അങ്ങനെ തന്നെ കൊട്ടിക്കോ. എണ്ണ ഉണ്ട്, അത് ഇടാല്ലേ, നാളെയും കൊട്ടിയാതെ കുറച്ച് കോരിട്ടാൽ കുറേ ഉണ്ട് എണ്ണ. ഓ എണ്ണ ഇത്ര കളറിടുന്ന ആൾക്കാരാ എണ്ണ പറ്റി എണ്ണക്ക് ഇത് കുഴപ്പമില്ല, തിന്നാൻ പറ്റില്ല, അതാ പ്രശ്നം. ഛർദിക്കാൻ വരും കുറെ എണ്ണ കണ്ട, ഇത്ര എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് അടിപൊളിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും ആ ഫ്ലേവർ നല്ല ടേസ്റ്റിന് 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ചൊക്ക വിനാഗിരി പഞ്ചസാര ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. വെള്ളമൊക്കെ മതിയത്, കുറച്ച് വെള്ളമൊക്കെ വേണ്ട, ബിക്കോസ് കറി ഉണ്ട് നമുക്ക് ബീഫ്, മനസ്സിലായോ? സൈഡ് ഡിഷ് പോലെ അതൊന്നുമില്ല, കുറച്ചും കൂടി ഒരു വെള്ളം പോലെ സെമി ഗ്രേവി ഉണ്ട്. ഇന്നലത്തെ ബീഫ് കറി അതോടെ ഇരിക്കണം, കണ്ടില്ലേ? ജസ്റ്റ് ഡ്രൈ ഡിഷ് ആയിട്ട് കൊടുക്കാം. ബീഫ് ചില്ലി ബീഫ് ഡ്രൈ കുറേ ഉണ്ടാക്കാം പഞ്ചസാര. എന്താണിത്? എല്ലാം നമ്മൾ ഡയറക്റ്റ് എടുത്ത് വയ്ക്കലാണ്, മറ്റേ പ്രൊഫഷണൽ കുക്കിംഗ് പോലെ. നിന്റെ ചാനലല്ലല്ലോ, ഒരുപാട് കിളി പോയ ചാനലായ എന്റെ എന്നെ തന്നെയാണോ പറഞ്ഞത്? അല്ല, നിന്റെ കറക്റ്റ് ബേബി അല്ലെങ്കിൽ കുഴപ്പമില്ല. കുക്കിംഗ് ഇതാണ് ജോലി. ഓ സെറ്റ്, വെള്ളം ഒഴിക്കരുത്, അടിപൊളി. ഞാൻ മതി, അടിപൊളിയായിട്ട് കഴിക്കാം. നോക്കട്ടെ കഴിക്കാൻ സമയത്ത് നിങ്ങൾ നോക്കുക, ഇതിൽ ഉപ്പൊന്നും നോക്കിയിട്ടില്ല. നമ്മ കഴിക്കുന്ന സമയത്ത് നോക്കണേണ്. നിങ്ങൾ ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ഉപ്പിടുക. സ്പെഷ്യൽ ചില്ലി ബീഫ് റെഡി. കിളി പോയ ചില്ലി ബീഫ് പലതരം വെറൈറ്റി ആയിട്ട് അരിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് ഓൾട്ടർ ചെയ്ത ചില്ലി ബീഫ്. ഇത് ചില്ലി ബീഫ് ആദ്യമായിട്ട് ഉണ്ടാക്കണവര് കാണണ്ട, അവർ കൂടി നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉപ്പിന്റെ കാര്യം മറക്കണ്ട. നിങ്ങൾ
ഇടുക, ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇടുക, ഇതാണ് സംഭവം. ഇടുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എനിക്ക് സെമി ഗ്രേവിയായിട്ട് കുറച്ച് ആശ്വാസമില്ല. പിന്നെ മഷി പറഞ്ഞ ആ കറി ഉണ്ടല്ലോ ഈ കറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രണ്ടും ചാറാക്കണ്ടല്ലോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിന്റെ അത് കുറച്ചും കൂടി ഡ്രൈ കൂട്ടി നല്ല വെള്ളം രസം ഒഴിച്ചാൽ കാണാം. കോഫി ആട്ടെ. അല്ലെങ്കിൽ ചട്ടി ചൂടായതുകൊണ്ട് കത്തിപ്പോവും. എനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങൾ പലപ്പോഴും പറ്റിയിട്ടാണ്. ചട്ടി ചൂടായി ലൈഫല്ലേ പറ്റും. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ചട്ടിയുടെ ചൂട് പോവും. അപ്പൊ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് പൊരിക്കാനും ടൈമായി. പൊരിക്കട്ടെ. ചില്ലി ബീഫ് റെഡി. ഗൈസ്, അങ്ങനെ നമ്മൾ സ്നാക്സ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോനിത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ചില്ലി ബീഫിനെ പറ്റി ചോദിക്കും. ചില്ലി ബീഫിനെ പറ്റി ചോദിക്കും. കുറേ നമ്മൾ മണ്ടത്തറൊക്കെ വെള്ളം കിട്ടിയിട്ടല്ലോ, അത് ചോദിക്കും. മണ്ടത്തരം ഞാൻ എന്തോ നീ പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേട്ടാ. ഇതാണ് പ്രശ്നം, മറന്നു പോകും. ക്വസ്റ്റ്യൻ മുറിയട്ടെ. നിങ്ങളെ ബർത്ത് അതിന് ഭയങ്കര മുറിയാണ്. ബ്രൗൺ കളർ കാണണം. ഞാനെന്തോ ആലോചിച്ചേട്ടാ ക്വസ്റ്റ്യൻ ബീഫ് ചെയ്തോണ്ടിരിക്കും. നീ എന്താ കളറിനെ പറ്റിയാ എന്തോ? അതല്ല, സോനയിലെ ഒരു സാധനം ഈ കളർ ആയിരിക്കും എന്ന് തെറ്റിച്ച് പറഞ്ഞു. ഇതിലെന്ത് ഈസിയാണ് എല്ലാരും പറയുമ്പോ തന്നെ. അന്നത് വേണ്ട കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കുറച്ചേരം നമ്മൾ തട്ടിച്ചോണ്ട് പെട്ടെന്ന് ക്ലിക്കാം. സൈഗോ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. സൈഗിന്റെ സ്റ്റൈൽ കണ്ടോ? എടുത്തിട്ട് എന്നുള്ളോട്ട് സ്വന്തം തള്ളലും പലതരം ശരീരം നൈറ്റിന്ന് മാറും. സൈഗോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ. സൈഗോ ഇന്നത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കേ. ഇന്നത്തെ എന്ത് അല്ല സൈഗോ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേ. റംദാനില് മഷൂമി ക്വസ്റ്റ്യൻ ചോദിക്കൂലെ എപ്പോൾ? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കേ. ഇന്നത്തെ വീഡിയോയില് എനിക്കൊരു സോസേജും എല്ലാം വൈറ്റമാണ്. ഇന്നലത്തെ ആണെങ്കിൽ എത്ര ഐറ്റംസ് ആയിരുന്നു? 5. എങ്ങനെ ഉണ്ടെന്ന് വെച്ചതല്ല. സൈഡിൽ ഇപ്പോഴും കത്തിയിട്ടില്ല. സൈഡ് കുട്ടിയാണ്, അതുകൊണ്ട്. ഇതാണ് ഗോവപ്പ മേടിച്ച ഷർട്ടും ഇപ്പൊ എന്താ ടൈറ്റ് ആയിരുന്നു. ഇല്ല കുഴപ്പമില്ല, ദിവസം അന്ന് കുറച്ച് ക്യൂട്ടായിരുന്നു കാണാൻ. ഇപ്പൊ ഒന്നുകൂടി ഉണ്ട്. പറ്റൂല പറ്റൂല. ഓ മൈ ഗോഡ്. ഇടക്കിടക്ക് വന്ന് പറയും എടുക്കെടുക്കുന്നു. എന്തിനാ അതേ പറയും. ഇറ്റ്സ് എ സൈൻ ഓഫ് ലവ്. ഞാൻ വായിച്ചായിരുന്നു. സുഖമാണ് എടുക്കാൻ പറയണത്. അപ്പൊ ഞാൻ ഒന്ന് എടുക്കണ പോലെ കാണിച്ചിട്ട് അവിടെ തന്നെ വെക്കും. ഇന്നത്തെ കഴിച്ചായിരുന്നോ മാറ്റി വെച്ചിട്ട് ദീദി? സോസേജ് ഇന്നലെ കഴിച്ചില്ലല്ലോ അവിടെ കറക്റ്റ്. വേണം അപ്പൊ ഞാൻ സോസേജ്. ഓക്കെ, അടുത്ത നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇന്നൊക്കെ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചത് സോഫ്റ്റ് ആയത് കൊണ്ടിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിക്കട്ടെ. അടുത്തത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്. യെസ്, അടുത്തത് നമ്മൾ ചുമപ്പിച്ചു. റെഡ് കളറിട്ട് റെഡ് കളറൊക്കെ കളറില്ലാത്ത. ഹായ് ഗൈസ്, അപ്പോൾ സുമി വന്നു നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ സുമി അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ ചോദിക്കാം. അപ്പോൾ സോനു പറഞ്ഞ ബ്ലാക്ക് കളർ സാധനം എന്താണ്? എന്താണ് ശരിക്കും? ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സൈക്കോ റിമോട്ട് എന്താണ്? എനിക്ക് കൂടുതൽ വെറ്റല്ലേ. അതല്ല സൈക്കോ, അവർ പറയും സൈക്കോ, അവർക്ക് അറിയാം. അപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മുടിയായിരിക്കും അല്ലേ?
അയ്യോ ആൻസർ പറഞ്ഞു കൊടുത്തില്ലേ നീ ഇപ്പൊ അറിയില്ല answer. സോ ഗൈസ് അപ്പോ നമുക്ക് നോമ്പ് തുറക്കുമ്പോ കാണാട്ടെ. ഇനി ഒട്ടും വയ്യ, തളർന്ന് നോമ്പൊക്കെ സൈക്കു എത്ര നോമ്പ് പിടിച്ചു സൈക്കു? ഇന്ന് എത്രാമത്തെ നോമ്പാ? 14, ബാക്കി രണ്ടെങ്ങോട്ട് പോയി? 16. 16th നോമ്പ്. ഇനി എത്ര ബാക്കിയുണ്ട്? പറ. 17, 18, 19, 20. 20 നോമ്പേ ഉള്ളൂ. പിന്നെ ടോട്ടൽ നോമ്പ് എത്ര? 100. 100ആ? 100 ദിവസം ഞാൻ എനിക്ക് ഇങ്ങനെ കടിവുകൾ പൊറിച്ച് അല്ല 22 നോമ്പുള്ളൂ ടോട്ടൽ. അല്ല 34. ആദ്യം പറഞ്ഞ 100. ഞാൻ പറഞ്ഞ 100 ദിവസം എനിക്ക് ഇങ്ങനെ കടികൾ പൊറിച്ച് കാണൂല സൈക്കോന്. അപ്പൊ 30 നോമ്പാണ് ടോട്ടൽ അല്ലേ. ചിലപ്പോ നമുക്ക് 29 കിട്ടും, ചിലപ്പോ 30 കിട്ടും. ഓക്കെ 29 or 30 എപ്പോഴും നമുക്ക് 30 കിട്ടട്ടെ. നമ്മൾ ടൂറ് പോവും ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് നോമ്പ് തുറക്കും കാണാട്ടാ. ബൈ. എന്റെ ബാസ്കറ്റ്ബോൾ കഴിഞ്ഞിട്ടും എപ്പോഴാ നിനക്ക്? ഏപ്രിൽ ജൂൺ. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 27. സുനുണ്ടോ? എന്തായാലും അക്ഷരം ബാസ്കറ്റ്ബോളാ. ആര്? അക്ഷ യുവർ ഫ്രണ്ട്. ഓക്കെ യുവർ ഫ്രണ്ട്. സുനുവിന്റെ ഫ്രണ്ട് ഇഞ്ചലിന്റെ ഫ്രണ്ട്. എബ്രുവിന്റെ ബർത്ത്ഡേ വന്നല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് സൗദേശ് എപ്പോഴും വാർഡക്ക് വരാന്ന് പറഞ്ഞാ, പക്ഷെ നടന്നില്ല. സൗദേശ് വേറെ സൗദേശക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയി. ഓക്കെ അതുകൊണ്ടാ വരാത്തെ? എനിക്ക് അതുകൊണ്ട് വിഷമായി. കരഞ്ഞാ നീ വിഷമായിട്ട്? കണ്ണിലൊക്കെ ഇച്ചിരി വന്ന പോലെ. എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. അടിച്ചു പൊളിക്കണായിരുന്നല്ലോ നീ എബുന്റെ ബർത്ത്ഡേ ഒക്കെ കളിച്ചോട്ട്. ഇച്ചിരി അപ്പൊ തന്നെ തുടച്ചു കളിഞ്ഞല്ലേ? എന്നിട്ട് കളിച്ചു. പക്ഷെ അവന് കുറെ ദിവസമായി വീട്ടില് വരാണ്ടിരിക്കണം, അതുകൊണ്ട് എനിക്ക് വിഷമായി. നീ ഇൻവൈറ്റ് ചെയ്യണ്ടേ? നോമ്പ് തുറക്കാൻ വരാൻ പറ. അവനക്ക് നോമ്പില്ലല്ലോ. അത് കുഴപ്പമില്ല, നോമ്പുള്ള ആൾക്കാരെ നോമ്പ് തുറപ്പിക്കണമെന്നില്ല നമ്മൾ. നിനക്ക് വിഷമമുണ്ടെങ്കിൽ വരാൻ പറ. ഓക്കെ അവൻ വരാനില്ല. എന്തറിയോ, അവന്റെ ബസ്സിലാ. ബിസിയാണോ? അല്ലായിരിക്കും, എനിക്ക് തോന്നണു അവൻ കറങ്ങാൻ പോയി കഴിക്കും. കറങ്ങാൻ പോയിനായിരിക്കും അല്ലേ? ഹോളിഡേയ്സ് അല്ലേ ഇപ്പൊ. നമുക്ക് വേണ്ടേ കറങ്ങാൻ? അതൊക്കെ നോമ്പ് നമുക്ക് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോവാട്ടാ. ഇനി 14 days. സ്കൂള് തുറക്കും. ഇല്ല ഇനി 14 days ഉള്ളു നോമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 month ഹോളിഡേ ഉണ്ട്. ആ ഹോളിഡേയിൽ നമുക്ക് പോവാം. 1 month അതെപ്പോഴും അങ്ങനല്ലേ? May 28 ഐ ഗസ്. May 28. അപ്പോ കാണാം ഗൈസ്. ദീദി ഗിഫ്റ്റ്സ് കൊടുക്കാനുള്ള അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ക്രീം കൊടുക്കാം. എന്താ 17-ാം രാവാണ്. 16-ാമത്തെ നോമ്പ് 17-ാം രാവ്. എല്ലാം നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തുറന്നാൽ മാത്രം മതി. തുറന്നു എല്ലാരും തുറക്കാൻ തുടങ്ങി. വാങ്കുളിച്ച് കഴിഞ്ഞ്
സുനു കിച്ചണിൽ കഷ്ടപ്പെട്ട് ടയർഡായി. ആ സോനു ബാബാ എന്താ നീ ക്യാമറ നോക്കി പിടിപ്പിക്കണം. ക്യാമറ നോക്കിട്ട് ഞാനവിടൊക്കെ വർക്കുന്നില്ല ഫ്രണ്ട്സ് ആണല്ലേ. നല്ല ആശ്വാസം. നേരത്തെ വെച്ചാൽ വെള്ളം നല്ല തണുത്ത അഞ്ചത്ത് കൂടി. വാട്ടർമെലൺ പ്ലീസ്. ഇതിങ്ങനെ നേരത്തെ വെക്കണം. നല്ല ചില്ലാകുമ്പോൾ നല്ല രസം. ഉച്ചക്ക് വെച്ച് നല്ല ലൈറ്റ് ഇന്ന് ഉന്നക്കായ കിട്ടില്ലെന്ന് പറയുന്നത് കേട്ടോ. എടുക്കണം. കിട്ടും എല്ലാവർക്കും കുറേ ഇവര് സോസിന്റെ ആൾക്കാരാണ്. അടിപൊളി കാട്ടും. കല്ലേരി പൊളിച്ചിട്ടുണ്ട്. രക്ഷയില്ല. ഇനി ഫുള്ള് നമുക്ക് അങ്ങനെ പറയണം. 2 ദിവസം പറഞ്ഞല്ലേ ഉപ്പാണ് മസാലയാണ് നോക്കാൻ. താടിക്കുട്ടി തിന്നിപ്പിക്കണം. താടിയിലേക്ക് ഇരിക്കണം. ബേബി മാത്രല്ല നോമ്പ് പിടിച്ചത്. ബേബിയുടെ താടി നോമ്പ് പിടിച്ചിട്ടുണ്ട്. വെള്ളം കുടിച്ചു. താടി പിന്നെ എന്റെ ശരീരം മൊത്തം നോമ്പ് പിടിക്കുക. അപ്പൊ താടി കുടിയൊക്കെ കുറിച്ച് കഴിക്കട്ടെ. ചിലപ്പോ കുടിച്ചേരി വന്നോളൂ. ഭംഗിയുന്നു അതൊക്കെ അങ്ങനെ വേണം. ഒരു കിഴങ്ങൊക്കെ തൂക്കി ശരിക്കും അടിപൊളി കേട്ടോ കട്ട്ലറ്റ്. ചിരിക്കല്ലേ ശിരാജ് പ്ലീസ്. കമന്റ് കാണാൻ വയ്യ എന്തിനു തള്ളുണ്ടാവില്ല അറിയാത്ത സോറി. ചൂടില്ല സോനു. നേരത്തെ പൊറിച്ച് വെച്ചത് ഉച്ചക്ക് പൊറിച്ച് വെച്ച് സുനു ഊതനുണ്ടൊക്കെ. അത് ഇങ്ങനെ റോളാക്കിട്ട് വെക്കാനൊന്നും പറ്റൂല. അപ്പൊ തന്നെ അതിട്ട് പോവും. റോളാക്കണം പൊരിക്കണം റോളാക്കണം പൊരിക്കണം. പോയത് പറ്റൂല. വെള്ളം കുടിക്കത്തില്ല. യെസ് ആസിഡിറ്റി. വെള്ളം ഞാൻ കുടിക്കുന്നു. ഗുഡ്. ഹോട്ട് റൈഡ്. അതന്നെ എല്ലാരും ഓരോരോ മൂലക്ക് ഇരിക്കണായിരുന്നു. ഒരു വെള്ളമൊക്കെ പോകുമ്പോ അടിപൊളി. അപ്പൊ നമ്മളാ ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു കറക്റ്റ് നോമ്പ് ആൾക്കാർ കട്ടി നോമ്പ്. ഓക്കെ ടഫായിരുന്നു. ആ കിച്ചന്റെ ചൂട് മതി ടഫാവാൻ വേണ്ടി. നമുക്ക് ഡെയിലി കട്ടി മുന്നാക്കിട്ട് മാറ്റർ എടുക്കല്ലേ. എന്താ സോനു കഴിക്ക് സോനു എന്നെ വിഷമിപ്പിക്കല്ലേ. അപ്പുറത്ത് വെച്ചിട്ടുണ്ട് സോനു അവർക്കൊക്കെ. നീ കഴിക്ക് സോനു. എന്താ നാക്ക് കടിക്കുന്നാണോ പേടി? ഇവിടെ കടിക്കാനുണ്ട്. ഓക്കെ അപ്പൊ നമ്മളെല്ലാരും ഒന്ന് സമാധാനത്തെ നോമ്പ് തുറക്കട്ടെ. നിങ്ങളും തുറന്നോളി. നോമ്പ് തുറക്കേ. അതെ സമാധാനത്തിൽ കണ്ടോളാം കേട്ടാ. ഇത് ഇന്നലത്തെ വീഡിയോ കാണിച്ചതിന്റെ വിന്നേഴ്സ് ആണ് ഇതെല്ലാരും.
അപ്പോൾ അറിയാലോ സ്ഥിരോത്തരം പറയണവർക്ക് പുതിയ പുതിയ ഡ്രസ്സുകൾ നമ്മുടെ BB ഫാമിലിയുടെ വകയുണ്ട്. അപ്പോൾ എല്ലാവരും വിന്നേഴ്സ് മാത്രം ഈ കാണുന്ന നമ്മുടെ മഷുവിൻ്റെ മെയിൽ ID കോൺടാക്ട് ചെയ്യുക. വിന്നേഴ്സ് മാത്രം. ആൻസർ എല്ലാവരും കമൻറ്റ് ബോക്സിലാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ട് കൊറിയർ എടുത്തേ ഗൈസ്. അങ്ങനെ അതെല്ലാം കൊറിയർ അയച്ചു. അപ്പോൾ മഷു കൊച്ചിന് ഫുഡ് കൊടുക്കുന്ന ബിസിയിലാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.